സൂപ്പർ ഗുഡ് ട്രയൽസ്. നല്ല സ്റ്റീപ്പാ. Farmers rent it off a National Trust. ഗുഡ് മോർണിംഗ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു another വീഡിയോ ഓഫ് ക്ലൗഡ്മാൻ. ഇന്നത്തെ ദിവസം നമുക്ക് ഈദാണ്. ഈദിന് പള്ളി പോകണം. രാവിലെ നേരത്തെ കാലത്ത് എണീറ്റിട്ട് കോടയാണ് കേട്ടോ ഇവിടെ ആകെ. ഞാൻ കാണിച്ചു തരാം. പള്ളി കഴിഞ്ഞിട്ട് നമുക്കൊരു ചാടിക്കാൻ പോകണം. മെല്ലെ മെല്ലെ നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മളിപ്പോഴുള്ള ഫ്രണ്ട് ഷിജിനിത ഓൾ സെറ്റ് ഗോ. പോവാ. വലൈക്കും അസ്സലാം. സോ ഗൈസ് നമ്മൾ പള്ളി കഴിഞ്ഞിട്ടോ. പള്ളി കഴിഞ്ഞ് നമ്മളിതാ ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ. വണ്ടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്താൽ നമുക്ക് ചെറിയ ട്രക്കിംഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രക്കിങ്ങിന് ഒരു സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാ പരിപാടിയും സെറ്റ്. നേരെ സ്ട്രെയിറ്റ് ടു ലേക്ക് ഡിസ്ട്രിക്ട് വയാ ലിവർപൂൾ. ലിവർപൂൾ നമ്മൾ ചായം കുടിച്ച് 1-2 ഫ്രണ്ട്സിനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ അപ്പം മക്കളാവും. നമ്മൾ ഫ്രണ്ട് കേട്ടോ അനസ്. ഇന്നിപ്പോൾ നമ്മളിപ്പം പോരുന്നില്ല. നമുക്കൊന്ന് ഷിഫ്റ്റ് ഉണ്ട് പറഞ്ഞു. പൈസ ഉണ്ടാക്കുന്ന പരിപാടിയില്ല. അപ്പൊ കഴിച്ച് നമ്മളെ ട്രാവൽ നമ്മൾ തുടങ്ങിയിട്ട് നമ്മളെ ഡ്രൈവർ നമ്മളെ അനിരുദ്ധേട്ടൻ, സിജി, സിനാന്, അവിനാശ്. നമ്മളിപ്പം ഒരു വണ്ടിയും കൂടെ ഉണ്ട് ബാക്കിൽ. അതിൽ 2 ചെക്കന്മാരുണ്ട്. ഓലെ ഞാൻ നെക്സ്റ്റ് സ്റ്റോപ്പിൽ പരിചയപ്പെടുത്തി തരാം. ഹൈ സിംഗ. ഇത് നമ്മളെ ഫ്രണ്ട് സൽമാൻ. ഇതിങ്ങനെ ലൈനപ്പ് ചെയ്തിട്ടൊക്കെയാണ്. മുമ്പിൽ കയറിയാണ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അവിനാശ്. എല്ലാവരും ഹെൽത്തി ആണല്ലോ. Get up, nah, I ain't a quitter. Toss me the ball, I'm a really big hitter. Big picture, I'm a straight killer. Rising the song to the highest bidder. അപ്പം ഇതിന് പാരലായിട്ടാണ് നമ്മൾ മോട്ടോർ വേ പോകുന്നത് കേട്ടോ. മോട്ടോർ വേയിൽ കയറി മോട്ടോർ വേയിൽ ഒരു ബ്ലോക്ക് കുടുങ്ങി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു കൺട്രി സൈഡ് റോഡ് എടുത്തിട്ട് പോകുന്നത്. നമ്മളെ വണ്ടി ആദ്യം നമ്മളെ വണ്ടി എത്തി. പിന്നെ സൽമാൻ്റെ വണ്ടി എത്തി. കാണുന്ന മല അതിൻ്റെ മേലോട്ടായിട്ട് നമ്മൾ കയറുന്നത്. ട്രക്ക് ചെയ്ത് അതിനല്ലടാ നീ. യെസ്, ആ ലാസ്റ്റിക്ക് ഏറ്റവും ടോപ്പ്. 5 മണിക്ക് എത്തിയ 6:30 സൺസെറ്റ്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഇപ്പൊ ഈ കാണുന്നത് അല്ലേ. ഇതിന്റെ ഏറ്റവും ടോപ്പ് നമ്മൾ പോകാൻ പോകുന്നത്. 2 വ്യൂ ആണ് നമ്മൾ അവിടെ. അപ്പോൾ ഈ 2 മലന്റെ ഇടയിൽ ഇത് കാണാം. നമുക്ക് ഈ ലേക്ക് കാണാം. അതിന്റെ വ്യൂക്ക് വേണ്ടിയിട്ട് നമ്മൾ മേലെ ട്രക്ക് ചെയ്ത് കയറാം. നമ്മളിത് ഏകദേശം എത്താനായി. 3 മിനിറ്റ്സ് അവേ ആണ്. നമ്മൾ ഇതിന് മുന്നേ നമ്മൾ സൽമാനോട് എത്തിൻ്റെ നമ്മളങ്ങനെ ഒരുപാട് നേരത്തെ ട്രാവലിന് ശേഷം നമ്മളോട് എത്തിയിട്ടോ. ഏകദേശം 2-2.5 മണിക്കൂർ കിട്ടോ. പക്ഷേ 2.5 മണിക്കൂർ ഒരു മാപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് എക്സ്പെക്റ്റഡ് അറൈവൽ എന്ന് പറഞ്ഞിട്ട് പറ്റിയതുപോലെ അറൈവ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ കൂടെ നല്ല ബ്ലോക്ക് കുടുങ്ങി. ബ്ലോക്ക് നമ്മൾ നേരോ റോട്ടിൽ കൂടെ അങ്ങനെ വരാം. നേരോ റോട്ടിൽ കൂടെ വരുന്ന വെഹിക്കിളൊക്കെ ഫുള്ള് ബ്ലോക്ക്. വേറെ വെഹിക്കൂടെ കയറ്റി വിട്ട് അവിടെ തോന്നുന്ന സമയം പോയി. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സമ്മർ തുടങ്ങിയല്ലേ ഏകദേശം. ഇപ്പോൾ സമയം ഇതാ കാണുന്നുണ്ടോ 3:58 കിട്ടോ. അപ്പം ഒരു 1.5 മണിക്കൂർ വന്ന് ട്രക്കിങ് വ്യൂ പോയിന്റിൽ എത്താം. വ്യൂ പോയിന്റിൽ എത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല സൺസെറ്റും കിട്ടും. അത് കിട്ടി ഒരു 5-10 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നേരെ അങ്ങോട്ട് അടിക്ക് ഇറങ്ങാം. അതാണ് പ്ലാൻ കേട്ടോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഉള്ള വാഷ്റൂമാണത്. ഓക്കെ, അപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് പരിപാടി എടുക്കാം. ഒരുപാട് പേര് ട്രക്കിങ് കഴിഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചതല്ലേ. ഇത്രയും വിശാലമായ പാർക്കിംഗ് ഉണ്ട് നമുക്ക്. നമ്മൾ 2 വണ്ടിയുടെ സൈഡാക്കിന് ഇങ്ങനെ കയറി പോകണം. നമുക്ക് ഇതിലേ നിങ്ങൾക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഉൾമേർ തന്നെ ഇവിടെ എത്തി കഴിഞ്ഞാൽ നമുക്ക് ട്രയൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടുന്നല്ല, ഇവിടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടുന്നൊക്കെ നമുക്ക് എന്താക്കാം, നമുക്ക് നമ്മുടെ ട്രയൽസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം കഴിച്ച് നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടിയുമായിട്ട് സെറ്റായി നമ്മൾ ഡ്രസ്സൊക്കെ ഇതാ മാറി നിൽക്കുകയാണ്. ഇനി നമുക്ക് നേരെ പരിപാടി തുടങ്ങാം കേട്ടോ. ഇതിലെ പോകത്തില്ല. നമ്മൾ നടന്ന് 10-15 മിനിറ്റ് ഏകദേശം കയറി. നല്ലൊരു നായക്കുട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കയറുമ്പോൾ നല്ല വൈബേക്കാരും. അവർക്ക് ഫ്രീ ആയിട്ട് ഒരുക്കും നടക്കാം. നമ്മൾ സമ്മർ ആയതുകൊണ്ട് കല്ലുകളൊക്കെ നല്ല ഡ്രൈ ആയി കിടക്കുക. അപ്പം നല്ല ഗ്രിപ്പ് ഇട്ടുണ്ട്. തണുപ്പും കുറവാണ്. ഞാൻ തെർമലോ സംഗതി ഒന്നും ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ മേലെത്തുമ്പോൾ അറിയാം. മേലെത്തുമ്പോഴത്തെ തണുപ്പ് കൂടുതലല്ലേ ചെയ്യുക. നല്ല വ്യൂ തന്നെ നോക്കിക്കേ. അടിയിൽ കാണണ്ടില്ലേ, അതാട്ടോ നമ്മൾ റോഡിലൂടെയാണ് പാർക്കിംഗ് ഉള്ളത്. കയറി കയറി കണ്ടോ ഇങ്ങനെ വയലൂടെ ഇങ്ങനെ എത്തി.
Hello, mate. Yeah, you're right. Yeah. അയ്യോ ചത്തതൊന്നും പറഞ്ഞ പോരട്ടോ വ്യൂ നോക്കി അയ്യോ സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് കയറിട്ടോ എൻ്റെ വ്യൂ നോക്കിയേ ഏതാ വ്യൂ ഞാൻ കയറേണ്ട സ്ഥലം കാണിച്ചു തരാം കണ്ടോ അവരെ സ്പോട്ട് ചെയ്യാൻ കഴിയുണ്ടോ ഇങ്ങനെ കയറി പോണേ അതിൻ്റെ മണ്ടക്കാണ് നമുക്ക് എത്തേണ്ടത് കേട്ടോ ഇനി ഇറങ്ങുമ്പോൾ കാണാം രസം ഇറങ്ങുമ്പോഴാണ് പ്രശ്നം വരാം ഇറങ്ങുമ്പോൾ ഇന്ന് രാത്രിയാവും ക്ലൈമറ്റ് മാറും വെയിൽ പോവില്ലേ തണുപ്പിലോട്ട് മാറും വ്യൂ നോക്കിക്കേ ഞാൻ കുറച്ചുകൂടി കയറിയാൽ മതി നമുക്ക് കിതക്കാതെ ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല അധികം നേരം വെയിറ്റ് ചെയ്യാൻ വയ്യ സൺസെറ്റ് പിടിക്കണം മുപ്പൊരു ഡാർലിംഗ്ടൺ എന്ന് പറഞ്ഞാൽ മുപ്പൊരു എൻ്റെ മുന്നിലേനു എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഓവർടേക്ക് ചെയ്തു സൂപ്പർ ഗുഡ് ട്രയൽസ് ഒപ്പമുള്ള കാണാമല്ലോ കേട്ടോ ഈ 2 വയസ്സ് സ്പ്ലിറ്റായി കൊണ്ടുവരുന്നത് ഒരു ഗസ്റ്റിന് പോയി നോക്കണം ഇത് ക്യാമറയിൽ എത്രത്തോളം ഇതിൻ്റെ ഡെപ്ത്ത് മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നേരിട്ടൊന്ന് കാണട്ടത് നമ്മളതിൽ കൂടെ നടന്നു വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിരലിൻ്റെ ഏകദേശം വലിപ്പം ഉണ്ടാവുള്ളൂ കാരണം അത്രക്ക് ഡെപ്ത് ഉണ്ട് ഇവിടെ നടിക്ക് നല്ല സ്റ്റീപ്പാട്ടേക്ക് കയറാൻ ഇപ്പോൾ അത് കുറച്ച് നിരപ്പായ സ്ഥലം എത്തിയിട്ടുള്ളൂ പക്ഷേ നല്ല സ്റ്റീപ്പാണ് പിന്നെ നല്ല തണുപ്പ് തുടങ്ങിട്ടോ സൺസെറ്റായോ ഇല്ല ചെക്കന്മാരെ കണ്ടേ സി അവിടെ കാണുന്നുണ്ടോ കണ്ടോ ഇവിടെ നിരപ്പായ സ്ഥലമായിട്ടോ അന്നേരം ഡ്രോണൊക്കെ കിട്ടിയാണല്ലോ എമ്മാതിരി വീഡിയോ എടുക്കാമെന്ന് അറിയോ കണ്ടോ ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഗോൾഡൻ ഹവർ എന്ന് പറയുന്നത് എമ്മാതിരി പൊളി നോക്കിക്കേ Yeah. So you're gonna camp there today? Yeah. Like any permission for that to camp there? If you're more than 400 metres high, you can do it for one night. Farmers rent it off the National Trust. Have you been up to Ravens Crag? Nope. Ravens Crag, like Ravens Crag. It's a bit easier, but it's about there. That's it. See the lake? Yep. The lake. And there's a dam that goes across the lake. I don't know if you can see like part of the dam there. So you park on the main road. Okay. And you walk towards the dam past the campsite. And then you go up. There's a triangle car park it's called. So it only takes about 45 minutes, and that'll be the top there. That'll be the top, yeah? After the lake. After the lake, yeah, I got and that. There's a second peak, and then there's another lake behind it. Yep. But that's so it's not as high, but it's beautiful. This is the third highest mountain in England. Third? Oh my God. That's new to me. Yeah. That's nice. It's a challenge, right? Tired. It's like really challenge for me. Far out to the top there. Yeah. ഈ കാണാൻ കണ്ടോ ഇത് കല്ലല്ലോ കേട്ടോ ഐസാണിത് ഇതാണ്ട് വീണ കീഞ്ഞടിയില്ലാത്ത കേട്ടോ ഓക്കെ സമയം 6:30 തണുപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ കൈ ഫീൽ ചെയ്യണില്ല കേട്ടോ വിരൽ നമ്പതിന് സത്യം പറയാന്നുണ്ടെങ്കിൽ ലൈക്ക് വെരി ഡിഫിക്കൽട്ട് ഹൈക്കിങ് സീരിയസ്ലി. Yeah, this is my friend Brian. We just met now. എൻ്റെ വീഡിയോയിൽ അവസാനം പരിചയപ്പെടുത്തുന്ന ആള് മിസ്റ്റർ നസീം. നമ്മൾ ഫൈനൽ നമ്മളെ സ്ഥലത്ത് എത്തിട്ടോ. ഇവിടെ നമ്മൾ പാക്കപ്പ്. അവിടെ ഐസാണ്, ഇവിടെ ഐസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഐസാട്ടോ. നമ്മൾ ടോപ്പിലെത്തി കഴിഞ്ഞ് നമ്മൾ അങ്ങനെ നമ്മളെ ട്രക്കിങ് നമ്മൾ വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. 6:38 സമയം. നമ്മൾ അധികം നേരം നിൽക്കണില്ല, കൈ ഫീൽ ചെയ്യണില്ല. കിഡിലെ തണുപ്പ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് വരുന്നതായിരിക്കും. അപ്പം നമ്മളെ ചാനൽ
കുറച്ചായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് റീസ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ വീഡിയോ ഇട്ട് തുടങ്ങുകയാണ്. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഷെയർ ചെയ്യട്ടോ. ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. എന്തുണ്ടെങ്കിലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് ബെറ്ററായിട്ട് നമുക്ക് നല്ല നല്ല വീഡിയോസ് പുതിയ സ്ഥലങ്ങളിലോട്ട് പോയിട്ട് എടുക്കാം കേട്ടോ. ഞാൻ പുതിയ സ്ഥലങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തേക്കാം പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ പോകണമെന്നുള്ളവരൊക്കെ നല്ല രീതിയിൽ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നോളി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗിയറൊക്കെ എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ട്രക്കിങ് തീരെയും ബുദ്ധിമുട്ടുണ്ടാവില്ല. സമ്മറാണ് വരുന്നത്, മാക്സിമം യൂസ് ആക്കുക. അപ്പോൾ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. Until then, this is Cloudman signing off. Bye bye.